അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത വാർഷിക പരീക്ഷയിൽ മൂന്നാം തരത്തിലെ അഖ്ലാഖിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എഴുതുക. അതിൽ 6 ചോദ്യങ്ങളാണ്. 1. ഒരു പകുതി മരണമാണ് ഉറക്കം. 2. ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി. 3. നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ്. 4. മുഅ്മിനീങ്ങളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. 5. കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക. 6. ഇബ്ലീസിൻ്റെ ഇഷ്ടവിനോദമാണ് നമീമത്ത്. സെക്ഷൻ 2 ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം. 1. പുരുഷൻ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങരുത്. അത് ശരിയായ പ്രസ്താവനയാണ്. 2. പുരുഷ വേഷം അണിയുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. അത് ശരിയാണ്. 3. കോപം വരുമ്പോൾ ക്ഷമ പാലിക്കണം. അതും ശരിയാണ്. 4-മത്തത് തെറ്റായ ആൻസറാണ്, അത് എഴുതരുത്. സെക്ഷൻ 3 2 വീതം എഴുതാം. സൽസ്വഭാവികളുടെ ലക്ഷണത്തിൽ നിന്ന് 2 എഴുതുക. ഇതിൻ്റെ ആൻസർ പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക, നല്ലത് മാത്രം പറയുക, പുഞ്ചിരിക്കുക, ഇതെല്ലാമാണ് സൽസ്വഭാവികളുടെ ലക്ഷണം. 2. ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക, നിൽക്കുന്നവൻ ഇരിക്കുക, വുളൂ ചെയ്യുക. 3. ഭക്ഷണ മര്യാദകൾ. വിരൽ ഊമ്പുക, പാത്രം തുടച്ച് കഴിക്കുക, വലത് കൈകൊണ്ടാവുക. 4. നല്ല കൂട്ടുകാരുടെ ലക്ഷണം. സത്യം പറയുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, സഹായിക്കുക, നന്മ പ്രോത്സാഹിപ്പിക്കുക. സെക്ഷൻ 4 ഉത്തരം എഴുതാം. പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കാണിത്? വൈകി ഉറങ്ങുകയും വൈകി ഉണരുകയും ചെയ്യുന്നവരിലാണത്. 2. അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. ആരിലേക്ക്? അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്കാണ് അള്ളാഹു നോക്കാത്തത്. 3. ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആര്? അതിൻ്റെ ആൻസർ കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുന്നവനാണ്. 4. നമീമത്ത് എന്നാൽ എന്ത്? ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. 5. അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കുമാരെ? ദേഷ്യം നിയന്ത്രിച്ചവനെ. സെക്ഷൻ 5 പൂരിപ്പിക്കാം. 1. ലാ യശ്റബന്ന അഹദും മിൻകും ഖായിമൻ ഫമൻ നസിയ ഫൽയസ്തക്കിർ. 2. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം തരത്തിലെ അഖ്ലാഖിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. പാഠഭാഗങ്ങളും തദ്രീബാത്തുകളൊക്കെ കൃത്യമായി പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.